നമസ്കാരം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന വാർത്ത എല്ലാവരും ഒരു ദുഃഖത്തോടെയാണ് കേട്ടത്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ഒരുപാട് നേതാക്കൾ, അനുയായികൾ, അതോടൊപ്പം തന്നെ പാർട്ടി അണികൾ, ജനങ്ങളടക്കം തന്നെ പലയിടത്തു നിന്നും കേരളത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതായത് അനന്തപുരിയിൽ എത്തി, AKG ഭവനിലെത്തി. ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നു. കൂടാതെ ഇന്ന് സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിലടക്കം നമ്മൾ കണ്ടതാണ് വലിയൊരു ജനസാന്ദ്രത തന്നെ. കാരണം കണ്ണേ കേരളെ VSA എന്ന മുദ്രാവാക്യവുമായി കത്തിജ്വലിക്കുന്ന സൂര്യൻ. കാരണം CPM എന്ന ഒരു പാർട്ടിയെ ഒരു നട്ടലായിരുന്നു അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ VSന്റെ സംബന്ധിച്ചിടത്തോളം VS എന്ന് പറഞ്ഞാൽ അനുയായികൾക്ക് നരമ്പുകളിലേക്ക് ഒഴുകുന്ന ഒരു ഊർജം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം VS ഉണ്ടെങ്കിൽ CPM ഉണ്ട്, അഥവാ പാർട്ടി ഉണ്ട് എന്ന ഒരു സംസാരം അഥവാ ഒരു പറച്ചിലാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. കാരണം അത്രയൊരു നട്ടലാണ്, CPMന്റെ ഒരു ബാക്ക് ബോൺ ആണ് ഇന്ന് അസ്തമിച്ചിരിക്കുന്നു, സൂര്യനാൽ അസ്തമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിൽ ആലപ്പുഴ, കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലടക്കം ഒരുപാട് നേതാക്കളും അനുയായികളും അടക്കം തിരുവനന്തപുരത്തേക്ക് ഇന്നലെ അദ്ദേഹത്തെ കാണാനായിട്ടെത്തി. കൂടാതെ പത്തനംതിട്ടയിലടക്കം വിവിധ ജില്ലകളിലടക്കം അദ്ദേഹത്തിന് ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ ആലപ്പുഴയിലേക്ക് എത്തേണ്ട സമയമടക്കം ഒരു അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ അറിയിക്കുന്നുണ്ട്, പാർട്ടി പ്രവർത്തകരെ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ച ഒരു ചെറിയൊരു പിശകെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ VSന് പകരം ഈ അനൗൺസ്മെന്റ് നടത്തിയ സമയത്ത് VSന് പകരം പിണറായി വിജയന് അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. നമുക്കാദ്യം അതിന്റെ വീഡിയോ ഒന്ന് കേൾക്കാം. വിപ്ലവ കേരളത്തിന്റെ വീരപുത്രൻ, പുന്നപ്ര സമരനായകൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് LDFന്റെ നേതൃത്വത്തിലുള്ള മൗനജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. ഇതിൽ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റുകൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ, ഈ അനൗൺസ്മെന്റ് ചെയ്യുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വൈറലായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ തന്നെ പാർട്ടി അനുയായികൾക്ക് പോലും, പാർട്ടി അണികൾക്ക് പോലും പിണറായി വിജയനെ കണ്ടെടുത്താൽ കണ്ടൂടാ എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. കാരണം ഇപ്പൊ തന്നെ 10 വർഷം അദ്ദേഹത്തിന്റെ ഭരണം അടുക്കാറാവുകയാണ്. ഇത്രയും കാലം ഭരിച്ച് നമ്മളെ കേരളത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിന്റെ ജനങ്ങളുടെ അങ്ങേയറ്റം ജനങ്ങളെ കൊല്ലുന്ന രീതിയിലേക്ക് ഓരോ നിയമങ്ങളും അല്ലെങ്കിൽ ഓരോ ഉത്തരവുകളും കൊണ്ടുവരുന്നു. അത്രയേറെ ജനങ്ങൾ ഒരു വെറുക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ മാറുന്നു. അദ്ദേഹം ഒന്ന് കുറച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഒരു തരത്തിലേക്ക് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹം മാത്രമല്ല, പാർട്ടിയിലെ ഓരോ നേതാക്കളും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എത്ര സത്യം നമുക്ക് മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തേക്ക് വരുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ഒരു പാർട്ടിയുടെ ഒരു അനുയായി അല്ലെങ്കിൽ ഒരു നേതാവ് വിചാരിച്ചിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് വന്നത്. ഇതിപ്പോൾ വലിയ രീതിയിൽ ട്രോളുകളായി മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം. പാർട്ടി തലത്തിലേക്ക് ചിലപ്പോഴൊക്കെ ഇത് വരും ദിവസങ്ങളിൽ ഒരു വിവാദമായി, പാർട്ടിയിലേക്ക് ഒരു വിവാദമായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.